Once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 3യിലെ ജി എസ് ടിയിലെ തേർഡ് യൂണിറ്റായ ജേർണി ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് 1 ജൂലൈ 2017 ഇനി എന്താണ് ജി എസ് ടി ബില്ല് നോക്കാം. ഈ ഒരു ജി എസ് ടി ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നത് ഈ ജി എസ് ടി ബില്ലിനെ പറ്റിയാണ്. ജി എസ് ടി ബില്ലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നത് ടാക്സ് പേയേഴ്സിൻ്റെ ആ ടാക്സ് പേയിങ് സിസ്റ്റം വളരെ സിമ്പിളാക്കുക എന്നതാണ്. അപ്പോൾ അതിനെ യൂണിഫൈ ആക്കുക, ഒറ്റൊരു സിംഗിൾ യൂണിഫോം ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഒറ്റൊരു ടാക്സ് മാത്രമേ ഉള്ളാകുക നമ്മുടെ ഇന്ത്യയിൽ ഫുള്ളായിട്ട്. അപ്പോൾ ഇതാണ് ജി എസ് ടി ബില്ലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നത്. ജി എസ് ടി ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഗവൺമെൻറ് മെയിനായിട്ട് 4 ബില്ലാണ് പാസ് ചെയ്തത്. ആ 4 ബില്ലിൻ്റെ അപ്രൂവലോടെയാണ് ജി എസ് ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ആ ബില്ലുകളുടെ പേരാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ, ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ബിൽ, കോമ്പൻസേഷൻ ജി എസ് ടി ബിൽ ആൻഡ് യൂണിയൻ ടെറിട്ടറി ജി എസ് ടി ബിൽ. ഈ 4 ബില്ലിൻ്റെ അപ്രൂവലോടെയാണ് ജി എസ് ടി ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ആയത്. നെക്സ്റ്റാണ് ജി എസ് ടി കൗൺസിലെ മെമ്പേഴ്സ് ആരൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് എ ചെയർപേഴ്സൺ ഓഫ് ദ കൗൺസിൽ. കൗൺസിലെ ചെയർപേഴ്സണാണ് നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്നത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് ആസ് എ മെമ്പർ ഓഫ് ദ കൗൺസിൽ. ഇനി ആരൊക്കെയാണ് ഈ കൗൺസിലെ മെമ്പേഴ്സ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലെ യൂണിയൻ മിനിസ്റ്റർ, അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കണം? റവന്യൂ ഓർ ഫിനാൻസ് ആയിരിക്കണം. നെക്സ്റ്റ്, മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് എ മെമ്പർ ഓഫ് കൗൺസിൽ. ഈ ഒരു മെമ്പർ മാത്രമല്ല, അതല്ലാണ്ട് തന്നെ കൗൺസിലെ വേറെ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ, ഫിനാൻസ് ഓർ ടാക്സേഷനിൽ ചാർജ് അല്ലെങ്കിൽ അതിലെ മിനിസ്റ്ററും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും പദവിയിലിരിക്കുന്ന മിനിസ്റ്റർ ആയിക്കോട്ടെ, ബട്ട് ഇറ്റ് ഷുഡ് ബി സെലക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സെലക്ട് ചെയ്തിരിക്കണം. അവരെന്താണ്? കൗൺസിലിൻ്റെ മെമ്പേഴ്സ് തന്നെയായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജി എസ് ടി. 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ആർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജി എസ് ടി? ഫസ്റ്റ് എന്നതാണ് 1 കൺട്രി 1 ടാക്സ്. ഒരു കൺട്രിക്ക് ആകെ ഒരു ടാക്സ് മാത്രം മതി. കൺസപ്ഷൻ ബേസ്ഡ് ടാക്സ് ഇൻസ്റ്റെഡ് ഓഫ് മാനുഫാക്ചറിങ്. നമ്മുടെ നേരത്തെ ഉണ്ടായ ടാക്സ് ഒക്കെ മാനുഫാക്ചറിങ് ബേസ്ഡ് ടാക്സ് ആയിരുന്നു. പക്ഷേ ജി എസ് ടി എന്താണ്? കൺസപ്ഷൻ ബേസ്ഡ് ടാക്സ് ആണ്. യൂണിഫോം ജി എസ് ടി രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. യൂണിഫോം ആയിട്ടുള്ള രജിസ്ട്രേഷനും എല്ലാവരും ഒരു പോർട്ടലിൽ പോയി തന്നെ വേണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, ജി എസ് ടി പോർട്ടൽ. അപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദെൻ ടു എലിമിനേറ്റ് ദ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ സിംഗിൾ ട്രാൻസാക്ഷൻ. എന്താണ്? ഒറ്റൊരു ട്രാൻസാക്ഷൻ തന്നെ കുറേ പ്രാവശ്യം സെയിം കുറേ ടാക്സ് പേ ചെയ്യുന്നവരാണ്. ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അതൊക്കെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളയുക. സബ്സ്യൂം ഓൾ ഇൻഡയറക്റ്റ് ടാക്സ് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. എല്ലാ ഇൻഡയറക്റ്റ് ടാക്സിനും ഒന്നിച്ചാക്കുക അറ്റ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് ഓൾസോ അറ്റ് സെൻട്രൽ ലെവൽ. ദെൻ ടാക്സ് റിഡ്യൂസ് ടാക്സ് ഇവേഷൻ ആൻഡ് കറപ്ഷൻസ്. നമ്മുടെ ഈ ടാക്സിൻ്റെ പേര് കുറേ കറപ്ഷൻസ് നടക്കുന്നുണ്ട്, അതൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ഇൻക്രീസ് ടാക്സ് ടു ജി ഡി പി റേഷ്യോ ആൻഡ് റവന്യൂ സർപ്ലസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജി എസ് ടി. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. നമ്മൾ നേരത്തെ പറയേണ്ടത് എന്താണ്? കാസ്കേഡിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്തുള്ളൂ. ഒരു പ്രൊഡക്റ്റിന് മേൽ തന്നെ ഒന്നിൽ കൂടുതൽ ടാക്സ് എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളതാണ് എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമുക്കറിയാം ജി എസ് ടിയിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ജി എസ് ടി റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ അത് എളുപ്പത്തിൽ, പണ്ടത്തേക്ക് ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി. എന്നാൽ ജി എസ് ടി കീഴിലെ HSN നമ്പർ അല്ലെങ്കിൽ ഹാർമോണിയസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിലൂടെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള 8 ഡിജിറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് HSN കോഡ് എന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനെയും സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ആണ് 1 ടാക്സ്. നമ്മുടെ പണ്ട് ഇന്ത്യയിൽ കുറേ ടാക്സുകളുണ്ട്, ഡിഫറെൻറ്റ് ടാക്സുകളുണ്ടായി. പക്ഷേ ഇപ്പോൾ എന്താണ്? അവിടെ ആകെ ഒറ്റൊരു ടാക്സുള്ളതാണ് ജി എസ് ടി എന്നത്. അപ്പോൾ കുറേ ടാക്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ജി എസ് ടിക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഡിഗ്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഈ ടാക്സ് ഓൺ ടാക്സ് വരുമ്പോൾ കാസ്കേഡിംഗ് എഫക്റ്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കാസ്കേഡിംഗ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറയും? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അവിടെ കുറയുകയാണ്. നെക്സ്റ്റ് ആണ് ഈസി കംപ്ലയിൻസ്. വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളും ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ്, റിട്ടേൺസ്, പേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ജി എസ് ടിയുടെ പോർട്ടൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അതുപോലെ എറർ ഫ്രീയും, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ആണ്
റെഡ്യൂസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് അൺനെസസറി വേസ്റ്റേജ്. ഇവിടെ ജി എസ് ടിക്ക് സ്വന്തമായിട്ടൊരു പോർട്ടലുണ്ട്. അതിൽ കൂടെ തന്നെ രജിസ്ട്രേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒറ്റ പോർട്ടലിലൂടെയാണ്. അപ്പോൾ അതോടെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അൺനെസസറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാനും ജി എസ് ടിക്ക് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് എലിമിനേറ്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്. എന്താ നമുക്കറിയാം, ഇന്ത്യയിൽ ജി എസ് ടി വരുമ്പോൾ കുറേ ഇന്ത്യ ടാക്സുകളുണ്ട്. അതിനെല്ലാത്തിനും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ജി എസ് ടിക്ക് സാധിച്ചിട്ടുണ്ട്.